ഹലോ ഗേസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗോവിന്ദ് കുളിക്കാൻ നേരത്തെ ഗീതു ആ തോർത്തിങ് തന്നേന്ന് പറയുമ്പം ഗീതു തോർത്ത് കൊടുക്കുവാണ് കേട്ടോ. അക്കൂടെ ഗീതുവിനോടെ പിടിച്ച് അകത്തോട്ട് കയറ്റാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഗീതു വെളിയിൽ നിന്ന് ഡോർ അടയ്ക്കുവാണ്. ഗോവിന്ദപ്പോൾ പറയുന്നുണ്ട്, ഡോർ തുറക്ക് ഗീതു, വാ നമുക്ക് ഒരുമിച്ച് കുളിക്കാമെന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് ഗീതു ഫോൺ എടുത്ത് നോക്കുമ്പോൾ വിലാസിനിയുടെ 28 മിസ് കോൾ കിടക്കുവാണ്. അപ്പോൾ ഗീതു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് 28 ഉണ്ടെങ്കിൽ കണ്ണേട്ടൻ അതിൻ്റെ ഇരട്ടി ഉണ്ടായിരിക്കും. എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി തിരിച്ചു വിളിക്കുമ്പോഴേക്കും വിലാസിനി പറയുവാണ്, മോളെ ഒരു പ്രശ്നമുണ്ട്, വിനോദിൻ്റെ വണ്ടി പോലീസ് പിടിച്ചു, അതിൽ മയക്കുമരുന്ന് കടത്തിയെന്ന് പറയുന്നതെന്ന് പറയുവാണ് കേട്ടോ. അപ്പം ഗീത ചോദിക്കുകയാണ്, അതിന് അവനിവിടെ അല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുവാണ്, അത് ശരിയാണ്, പക്ഷേ അവൻ്റെ കൂട്ടുകാരന് വണ്ടി കൊടുത്ത് വിട്ടിരുന്നത് ഇപ്പോൾ ആകെ കുഴപ്പമായി, അവരെ കൂടി രക്ഷപ്പെട്ടു, ആരാന്നൊന്നും അവർക്ക് പോലീസുകാർക്ക് അറിയത്തില്ല, വിനോദാണല്ലോ ഓണർ, അപ്പോൾ വിനോദിൻ്റെ പേരിൽ ഇപ്പോൾ കുറ്റം വന്നേക്കുന്നതെന്ന് പറയുവാണ്. അപ്പോൾ ഭദ്രനും പറയാം, മോളെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യുകയെന്ന് പറയുമ്പോഴത്തേക്കും ഗീതു പെട്ടെന്ന് ഗോവിന്ദിനോട് കാര്യങ്ങൾ പറയുവാണ് കേട്ടോ. ഗോവിന്ദ് ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടിട്ട് വരികയാണ്, വാ പെട്ടെന്ന് റെഡിയാവാം, നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് അവർ രണ്ടുകൂടെ അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഗീതു കുറേ തവണ വിനോദിനെ വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ എടുക്കുന്നില്ല. ആ സമയത്താണെങ്കിൽ ഗീതു പറയുന്നുണ്ട്, എന്തായാലും പ്രിയനെ വിളിക്കാൻ പറ്റില്ല, കാരണം അവളിപ്പം ഡെലിവറി എടുത്തിരിക്കുക, അവളെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്കാകെ ടെൻഷൻ ആവും എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ശരി, എന്നാലും അവൾ എന്നാലും അറിയുമല്ലോ എന്ന് ചോദിക്കുമ്പം ഗീതു പറയുവാണ്, വേണ്ട ഇപ്പം എന്തായാലും വേണ്ട എന്നൊക്കെ പറയുവാണ്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ രാധികാമ്മ അറക്കലെത്തുവാണ്. അറക്കലെത്തിയിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ തന്നെ അനാർക്കലി നിൽപ്പുണ്ട്. അയ്യപ്പണ്ണ അത് കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അനാർക്കലിയെ കാണുന്നുണ്ട്. രാധികാമ്മയാണെങ്കിൽ ആകെ പെട്ടു, ഇനി എല്ലാവരും അറിയുമെന്നുള്ള രീതിയിൽ കിടുങ്ങി വരച്ച് നിൽക്കുമ്പോൾ രാധികാമ്മനും എല്ലാവരോടും പറയുകയാണ്, എൻ്റെ ഒരു സുഹൃത്താണ്, എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഇപ്പോൾ പോയിക്കോളും, ഞാൻ കുറച്ച് രഹസ്യമായിട്ട് സംസാരിക്കണം, ആരും അങ്ങ് ശല്യപ്പെടുത്താൻ വന്നേക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറുവാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ ഗീതവും ഗോവിന്ദും വളരെ പെട്ടെന്ന് തന്നെ വണ്ടി ഓടിച്ചു വരുവാണ്. ആ സമയത്ത് തന്നെ വീട്ടിൽ നമ്മുടെ രാധികാമ്മ എന്തോ ഒരു കള്ളത്തരം ഒപ്പിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ രേഖയും കാഞ്ചനയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രാധികാമ്മ അനാർക്കലിയോട് സംസാരിക്കുകയാണ്. എന്നിട്ട് അനാർക്കലി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പോവുകയില്ല, തരാമെന്ന് പറഞ്ഞാൽ 10 കോടി കിട്ടാണ്ട് പോവുകയില്ല എന്ന് പറയുമ്പോഴത്തേക്കും രാധികാമ്മ ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ കുടുംബത്തെ വെച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ലേഡി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും തിരിച്ച് നമ്മുടെ അനാർക്കലി പറയുവാണ്, പണ്ട് നീയും ഇത് തന്നെയല്ലേ എന്നോട് ചെയ്ത്, എന്തായാലും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, പോവുകയില്ല എന്ന് പറഞ്ഞാൽ പോവുകയില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്ക് രാധികാമ്മ പറയുകയാണ്, ഇപ്പം നിനക്ക് 1 കോടി തരാം, നീ ഇവിടുന്ന് എങ്ങനെയും പോവും, പിന്നെ ബാക്കിക്കുള്ളതിന് എൻ്റെ പേരിലുള്ള സ്വത്തുക്കളുടെ ഡോക്യുമെൻറ്റ്സ് നിനക്ക് തരാം, അത് നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോ, പോരെ എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ്. എന്നിട്ട് രാധികാമ്മ ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോകുമ്പോഴത്തേക്കും പ്രിയയും വിനോദും വന്ന് ഇറങ്ങുവാണ് കേട്ടോ. അവർ വഴക്കിട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പം പ്രിയ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം എന്നല്ലേ നിന്നോട് ചോദിച്ചേ, എത്ര തവണ ചോദിച്ചു, ഗോവിന്ദേട്ടനും ഗീതും വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തേ എന്നൊക്കെ പ്രിയ പിന്നെയും ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വരുൺ പറയുന്നുണ്ട്, നീ ഇതൊന്ന് സെറ്റിൽ ചെയ്തിട്ട് കയറി വരുമോ, എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. അകത്ത് കയറി പോകുന്ന വിനോദിനെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വിനോദ് ആകെ ടെൻഷൻ അടിച്ചായിരിക്കുന്നത്. ഇങ്ങനെ രേഖയും കാഞ്ചനയും രഞ്ജുവൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കോട്ടാണ് ചെല്ലുന്നത്. അപ്പോഴത്തേക്കും വിനോദ് ആകെ കൂടെ ഒരു പതുങ്ങി പരിഭ്രമിച്ച് നിൽക്കുവാണ് കേട്ടോ. ഇവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഒന്നും ചോദിക്കുന്നില്ല. വിനോദ് നേരെ മുകളിലോട്ട് കയറി പോവാണ്. അത് കണ്ട് പ്രിയയും വിനോദ് എന്തെന്ന് ചോദിച്ച് മുകളിലോട്ട് പോവാണ് കേട്ടോ. സ്റ്റെപ്പൊക്കെ ഭയങ്കര സ്പീഡിൽ കയറി പോകുന്ന കാണുമ്പോൾ രേഖ പറയുന്നുണ്ട്, മോളെ പയ്യെ പോവും, ഈ അവസ്ഥയിൽ ഇങ്ങനെ സ്പീഡിൽ പോവല്ലേ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരിങ്ങനെ മുകളിൽ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുവാണ് കേട്ടോ. ആ സമയത്ത് ദേ നമ്മുടെ ഗീതവും ഗോവിന്ദും കൂടെ വന്നിറങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിയ വിനോദിനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നീ എന്തായി കാണിച്ചത്, നീ എന്തിനാ വണ്ടി കൊടുത്തേ, ഇത് പ്രശ്നമായില്ലേ, എന്തായാലും നിൻ്റെ പേരിലല്ലേ ഇനി പ്രശ്നം വരുള്ളൂ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഗീതുവിനും ഗോവിന്ദും കൂടെ വരുന്നത് അനാർക്കലിയും രാധികാമ്മയും മോളിൽ നിന്ന് കാണുവാണ്. അപ്പോഴത്തേക്കും അനാർക്കലി പറയുന്നുണ്ട്, കാശ് തരാണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കാല് പിടിച്ച് നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, നിന്നോട് പറഞ്ഞ് പോവാൻ, ബാൽക്കണി വഴി ഇറങ്ങിപ്പോവും, ഞാൻ എങ്ങനെയെങ്കിലും നിനക്ക് ക്യാഷ് ഒപ്പിച്ച് തരാം എന്ന് പറയുമ്പോഴത്തേക്കും അനാർക്കലി രാധികാമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവൻ പാഞ്ഞു വന്നേ, അയ്യപ്പണ്ണൻ വിളിച്ച് പറഞ്ഞു കാണും, അയ്യപ്പണ്ണൻ അറിയാം എന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. അപ്പോൾ ഒരു കണക്കിന് അനാർക്കലീനെയും പിടിച്ചു വലിച്ച് രാധികാമ്മ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോൾ ദേ സ്റ്റെപ്പിൻ്റെ അവിടെ വിനോദും പ്രിയയും കൂടെ നിൽക്കുവാണ് കേട്ടോ. വിനോദും പ്രിയ നിൽക്കുമ്പോഴത്തേക്കും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം പെട്ടെന്ന് നമ്മുടെ പ്രിയ പറയാണ്, ഇത് മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ് നീ ആവാൻ പോണേന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാധികാമ്മയും ഞെട്ടി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ രാധികാമ്മേനെ നോക്കി പുച്ഛിച്ചിട്ട് നമ്മുടെ അനാർക്കലി പറയുകയാണ്, എനിക്കിതറിയായിരുന്നു, ഭദ്രൻ്റെ മോനല്ലേ, കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന ഭദ്രൻ്റെ മോൻ, ഇതൊക്കെ നിൻ്റെ മോക്ക് സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറയുവാണ്. ഒന്നും മിണ്ടാൻ പറ്റാത്ത രീതിയിലാകെ പെട്ട് നിൽക്കുവാണ് രാധികാമ്മ.
അത് കഴിയുമ്പോഴത്തേക്കും വിനോദ് പറയുന്നുണ്ട്, നീ എന്നെ വിട്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം പറയട്ടെ, ഞാനിവിടെ ഇല്ലയെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റും, അപ്പോൾ എൻ്റെ പേര് കേസൊന്നും ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഗോവിന്ദേട്ടൻ വന്നിട്ട് പോയാൽ മതി, നീ ഓർക്കുന്ന പോലെ ഇത് അത്ര നിസ്സാര കേസൊന്നും ആയിരിക്കുകയില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിനോദ് പറയുന്നുണ്ട്, നിന്നോടല്ലേ മാറാൻ പറഞ്ഞേ, എനിക്ക് പോകണം, ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ അവരിവിടെ വന്ന് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ കുറ്റവാളിയായി മറിഞ്ഞിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആവും എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ഗീതവും ഗോവിന്ദും കൂടെ അകത്തോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ഇവർ തമ്മിൽ എന്താ പ്രശ്നം എന്ന് അയ്യപ്പേട്ടനോട് ചോദിക്കുവാണ് കേട്ടോ. അയ്യപ്പേട്ടൻ പറയണം, അത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അവർ സംസാരിച്ച് തീർക്കട്ടെ എന്ന് പറയുമ്പോൾ ഗീതു പറയണം, വാ നമുക്ക് പോയി ചോദിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും അനാർക്കലീനെയും ഗോവിന്ദ് കണ്ടാലോ എന്നോർത്ത് ഗീതുവിനെയും ഗോവിന്ദിനെയും തടയുവാണ് കേട്ടോ നമ്മുടെ അയ്യപ്പേണ്ണൻ. എന്നിട്ട് പറയണം, അവർ സംസാരിക്കട്ടെ കുഞ്ഞെ, അവരുടെ ജീവിതമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ആ സമയത്ത് വിനോദ് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും പ്രിയ ഇങ്ങനെ കൈകൊണ്ട് തടയുവാണ്. എന്നിട്ട് പറയുകയാണ്, നീ ഗോവിന്ദേട്ടൻ വന്നിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് പ്രിയയുടെ കൈ അങ്ങ് തട്ടി മാറ്റുവാണ് കേട്ടോ വിനോദ്. കൈ തട്ടി മാറ്റുമ്പോൾ ഇവർ സ്റ്റെപ്പിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് കൈ തട്ടി മാറ്റുന്ന ആ ഒരു ഫോഴ്സിൽ നമ്മുടെ പ്രിയ നേരെ മറിഞ്ഞ് വീഴുവാണ് കേട്ടോ. ഇത് കണ്ട് നമ്മുടെ രാധികാമ്മ ആകെ ഞെട്ടിപ്പോവാണ്. രാധികാമ്മ മോളെ എന്ന് വിളിച്ച് കരയുന്നുണ്ട്. നമ്മുടെ വിനോദും ഞെട്ടിപ്പോവാണ് കേട്ടോ. വിനോദും പ്രിയ എന്ന് വിളിച്ച് കരയുവാണ് കേട്ടോ. എല്ലാവരും ടെൻഷനായി പോവാണ്. പ്രിയ അതേ സമയത്ത് സ്റ്റെയർ കേസിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ട് താഴോട്ട് എത്തുവാണ് കേട്ടോ. ഉരുണ്ട് താഴെ വീണ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കരയുവാണ്. ആ സമയത്ത് എല്ലാവരും എല്ലാ സൈഡിൽ നിന്ന് ഓടി വരുന്നുണ്ട് പ്രിയനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും പ്രിയ താഴെ വീണ് ഭയങ്കരമായിട്ട് കരയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വിനോദും ഓടി വന്നിട്ട് ഇങ്ങനെ പ്രിയ തൊടാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ഗോവിന്ദ്, നീ എന്താടാ ചെയ്തതെന്ന് മാത്രം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് പ്രിയനെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ വരുണും ഗോവിന്ദും എല്ലാം കൂടെ ഹോസ്പിറ്റലിലോട്ട്. ഗീതു ചെന്ന് കാറിൻ്റെ ഡോറൊക്കെ തുറക്കുവാണ്. അങ്ങനെ വെള്ളോട്ട് ഇറക്കുന്ന സമയത്ത് 2 പോലീസുകാർ വരുവാണ്. 2 പോലീസുകാരെ കാണുമ്പോഴേക്കും വിനോദ് ആകെ പതുങ്ങി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ പോലീസുകാർ പറയുകയാണ് അവനെ പോയി അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുവാണ് കേട്ടോ വിനോദ് അവിടുന്ന്. പോലീസുകാരപ്പോൾ പുറകെ ഓടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് അവനെ അറസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞു. പക്ഷേ പ്രിയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഇതിൽ ആരും വിനോദിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല കേട്ടോ. എല്ലാവരും കൂടെ പെട്ടെന്ന് പ്രിയയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. പക്ഷെ പ്രിയ വീഴുന്ന സമയത്ത് പ്രിയ വീഴുന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ രഞ്ജുവിന് ഭയങ്കരമായിട്ട് എന്തോ ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അപ്പോൾ തൊട്ട് രഞ്ജുവിന് ഭയങ്കര തലവേദനയാണ് കേട്ടോ. കാഞ്ചന തിരിച്ച് വീഴുമ്പോഴത്തേക്കും നമ്മുടെ രഞ്ജു ഒരു പ്രത്യേക അവസ്ഥയിലാവുകയാണ്. അത് കാണുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുള്ള രീതിയിൽ രഞ്ജു പാപ്പ എന്നെ തലവേദന എല്ലാവരും തലവേദന ആയിരിക്കുക എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴും രഞ്ജു ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് അനാർക്കലി പയ്യെ ഡോക്യുമെൻറ്റുകളൊക്കെ എടുത്ത് നോക്കുവാണ് രാധികാമ്മയുടെ പേരിലുള്ള സ്വത്തിൻ്റെ വിവരങ്ങളൊക്കെ. അതെല്ലാം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പയ്യെ താഴോട്ട് ഇറങ്ങുമ്പോൾ രഞ്ജു ഇങ്ങനെ തലവേദന എടുത്തിരിക്കുന്നത് കാണുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും രഞ്ജുവിൻ്റെ അടുത്ത് നിന്ന് രഞ്ജുവിൻ്റെ തലയിലൊക്കെ തലോടി കൊടുക്കുവാണ്. 2-3 തവണ തലോടുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. തലോടി കൊടുത്തിട്ട് പ്രത്യേകിച്ച് ദേഷ്യമുള്ള ഭാവമൊന്നും കാണിക്കുന്നുമില്ല. തലോടി കൊടുത്തിട്ട് അവർ നേരെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അവരിങ്ങനെ തലോടി കൊടുത്തു കഴിയുമ്പോൾ ഒരു ചെറിയ ആശ്വാസമുള്ള രീതിയിൽ ഇങ്ങനെ രഞ്ജു ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ രഞ്ജു ഇരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.